നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ചില വാർത്തകളാണ് കഴിഞ്ഞ 450 ദിവസത്തിൽ അധികമായി സംഘർഷഭരിതമായിട്ടുള്ള പൂർവേഷ്യയിൽ നിന്നും ഈ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലും ഹമാസ് ഭീകരരും തമ്മിൽ നടക്കുന്ന ആ ഒരു യുദ്ധം അതിന്റെ ഒരു അന്ത്യത്തിലേക്ക് അടുക്കുന്നു. ഇരു കൂട്ടരും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഈ ഞായറാഴ്ച പ്രാബല്യത്തിൽ വരുന്നു. ഇത്തരം സംഭവങ്ങൾ മധ്യപൂർവേഷ്യയിൽ നടക്കുമ്പോൾ ഈ 2023 ഒക്ടോബർ 7 അക്ഷരാർത്ഥത്തിൽ നാം നിരീക്ഷിക്കുമ്പോൾ അത് സമകാലിക ലോക ചരിത്രത്തിന്റെ ഒരു ഗതിയെ തന്നെ വഴിതിരിച്ചുവിട്ട ഒരു ദിനമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഹമാസ് ഭീകരർ സമാനതകളില്ലാത്ത ക്രൂരത ഇസ്രായേൽ ജനത്തിന് നേരെ അഴിച്ചുവിട്ട ദിനം. ഇസ്രായേൽ അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുത്തു. ആ തിരിച്ചടിയിൽ ഹമാസ് മാത്രമല്ല വീണത്, ഹിസ്ബുള്ള വീണു, ഹൂതികൾ വീണുകൊണ്ടിരിക്കുന്നു, ഇറാൻ വീണു, ഒപ്പം തന്നെ സിറിയയിലെയും ഇറാഖിലെയും ഒക്കെ ഇറാന്റെ പ്രോക്സികളും വീണുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 450 ദിവസം മധ്യപൂർവേഷ്യയിലും ലോകത്തും നടന്ന സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഹമാസ് ലക്ഷ്യം വെച്ചത്, അല്ലെങ്കിൽ ഹമാസിനെ നയിക്കുന്ന ഒരു ആശയധാര ലക്ഷ്യം വെച്ചത് ഇസ്രായേലിനെ തന്നെയായിരുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗൂഢമായിട്ടുള്ള ലക്ഷ്യങ്ങൾ അവരുടെ ആ ഒരു ആക്രമണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു? ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഗാസയിൽ ജയിച്ചതാര്, തോറ്റതാര്? ഇന്ന് ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പ്രതികരിക്കാൻ ഇന്ന് ഈ ചർച്ചയിൽ ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടൻ, ഒപ്പം തന്നെ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ അമൽ സിറിയക്, ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും ലിയോ പോളും നമ്മോടൊപ്പം ചേരുന്നു. മൂന്നുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ സ്കോട്ട് സ്ലീബ, നമുക്കറിയാം ഒക്ടോബർ 7 എന്ന് പറയുന്ന ദിനം, 2023 ഒക്ടോബർ 7 എന്ന് പറയുന്ന ദിനം നാം പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ചില തിരിച്ചറിവുകൾ, ചില മുന്നറിയിപ്പുകൾ നമുക്ക് നൽകിയ ഒരു ദിനം കൂടിയായിരുന്നു. ചിലരുടെയൊക്കെ ഉള്ളിലിരിപ്പ് പുറത്തേക്ക് വന്ന ദിനം. ഈ ഹമാസ് ഫാൻസ് അവരുടെ ഒരു അജണ്ട എന്താണ് എന്ന് പലപ്പോഴും കേരളം തിരിച്ചറിഞ്ഞ ആ ഒരു ദിനം. ഈ ഒരു പശ്ചാത്തലത്തിൽ നാം നോക്കുമ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസ് ലക്ഷ്യം വെച്ചത്, അല്ലെങ്കിൽ ഹമാസ് ആ ആക്രമണത്തിലൂടെ ലക്ഷ്യം വെച്ചത് ഇസ്രായേലിനെ ആയിരുന്നോ? അതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ എല്ലാ ഇസ്ലാമിക തീവ്രവാദികളെയും നയിക്കുന്ന ഒരു അധിനിവേശ ആശയങ്ങളുടെ ഒരു ഏകീകരണമായിരുന്നോ അവർ ലക്ഷ്യമിട്ടത്? ഫാദർ സ്കോട്ട് സ്ലീബ. നമ്മൾ ഈ ഒക്ടോബർ 7 നമ്മളെ എപ്പോഴും അടയാളപ്പെടുത്തുമ്പോൾ അതൊരു വലിയൊരു പ്രതിസന്ധിയുടെ അല്ലെങ്കിൽ വലിയൊരു ചിന്തയുടെ ദിനമായിട്ട് എന്നും അവശേഷിക്കുമ്പോൾ ഈ ഒരു ചോദ്യത്തോടെ എനിക്ക് പ്രതികരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒക്ടോബർ 7 അവര് കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് നമ്മൾ പലപ്പോഴും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു സമൂഹത്തിന്റെ നേരെ ഒരു പ്രകോപനവും ഇല്ലാതെ കയറി വരുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ട അവർക്കുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ഒക്ടോബർ 7 അവർ യഹൂദ സമുദായത്തിന് നേരെ അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെ അവർ കടന്നു വരികയില്ല. ഇത് ഒരു പ്രീ പ്ലാൻഡ് ആണ്. നമുക്ക് അറിയാവുന്നതുപോലെ വിഷൻ 2047 എന്ന് പറയുന്നത് പോലെ തന്നെ ലോകവ്യാപകമായിട്ട് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട നടപ്പാക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഭീകര ആക്രമണം ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നത്. കാരണം നമുക്കറിയാം, ഒരേ ആശയത്തിലുള്ളവരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് വ്യത്യസ്തമായ സാഹചര്യങ്ങളും വ്യത്യസ്തമായ നാട്ടിലിരിക്കുന്ന ആളുകളെ നമുക്ക് ഒരുപോലെ ഒരേ സമയത്ത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അതേസമയം തീവ്രമായ ഇസ്ലാമിക നിലപാടുകൾ ഉള്ള അവരുടെ പഠിപ്പിക്കലുകളും അവരുടെ ആശയവും എന്താണ് എന്ന് ലോക സമൂഹത്തിന്റെ മുൻപിലേക്ക് ഈ ഒരു ഒക്ടോബർ 7-ന് ശേഷം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായി. ഈ കൊച്ചു കേരളത്തിൽ പോലും ഈ ഒരു ഒക്ടോബർ 7-ന്റെ സംഭവങ്ങൾക്ക് ശേഷം ഗാസ അനുകൂലമായ വലിയ നിലപാടുകളോടെ ഇവിടുത്തെ മത, സാമുദായിക, രാഷ്ട്രീയ നേതാക്കന്മാർ ഒന്നടങ്കം ഒരുപോലെ പ്രതികരിക്കുന്നുവെന്ന് കാണുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള ആ ഒരു ഹിഡൻ അജണ്ട എത്രമാത്രം ശക്തമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കേരള യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ MG യൂണിവേഴ്സിറ്റിയിലെ കലോത്സവ വേദികളിൽ പോലും അത്തരത്തിലുള്ള പേരുകൾ, ഇന്തിഫാദ പോലെയുള്ള പേരുകളൊക്കെ പ്രത്യക്ഷമാകുക എന്ന് പറയുമ്പോൾ ഇത് ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് ഒക്ടോബർ 7 മുൻപിൽ കിടക്കുന്നു. അതിനുശേഷം ലോകം മുഴുവനും വലിയൊരു ഈ കൊറോണ വൈറസ് പോലെ പകർന്ന പോലെ തന്നെ അവർക്ക് അനുകൂലമായ ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടിക്ക് ഇവിടുത്തെ മത, സാമുദായിക, രാഷ്ട്രീയ തീവ്ര നിലപാടുകൾക്കുള്ളവർ കൊണ്ട് സാധിച്ചു എന്നതിന് യാതൊരു സംശയമില്ല.
ഇപ്പൊ നമ്മുടെ ഈ സ്കൂൾ കലോത്സവങ്ങളിൽ പോലും അതിന്റെ ഒരു പരിണിത ഫലങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാലിഫോർണിയ തീ കത്തിയപ്പോൾ അത് ഗാസയിലെ കുഞ്ഞുങ്ങളുടെ നിലവിളിയാണ്, ഗാസയിലെ കുഞ്ഞുങ്ങളുടെ ശാപമാണെന്നൊക്കെ പറഞ്ഞ് അതിനെ മറ്റൊരു രീതിയിലേക്ക് ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് പൊതുബോധം മാറ്റപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഒരു നിഗൂഢമായ ലക്ഷ്യമുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രം മതി, നമ്മൾ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ തീവ്ര നിലപാടുകളുള്ള ആളുകളെ ഒരു ഏകോപിപ്പിക്കുവാനായിട്ട് ഈ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചു എന്നതിന് യാതൊരു സംശയമില്ല. അതാണ് നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും മറ്റ് രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളെ ഒന്ന് പഠിക്കുമ്പോൾ, അല്ലെ മറ്റു രാജ്യങ്ങൾ നടക്കുന്നതൊക്കെ ഒന്ന് കാണുമ്പോൾ ഇതിനൊരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരുവാനായിട്ട് ഈ ഗാസയിലെ നടപടികൾ, അല്ലെ അവരുടേതായ തീവ്രമായ നിലപാടുകളും അവരുടേതായ ഒരു പ്രത്യേകമായ ഒരു സവിശേഷമായ ഒരു ചെറുത്തുനിൽപ്പ് അവര് സൃഷ്ടിച്ചെടുത്തുകൊണ്ട് അവരെന്തോ വലിയ പോരാളികളാണെന്ന് ഇവിടുത്തെ കേരളത്തിലെ അല്ലെ മലയാള മാധ്യമങ്ങള്, മീഡിയ വണ്ണ് പോലെയുള്ള ചാനലുകളിൽ വരെയിരുന്ന അതിനെ വാഴ്ത്തിപ്പാടുന്ന രീതിയിലേക്ക് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരുവാനായിട്ട് ഈ ഒക്ടോബറിന് ശേഷം സാധിച്ചിട്ടുണ്ട്. അത് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഉറങ്ങിക്കിടന്ന ആളുകളെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും അത് പരസ്യമാക്കാൻ മടിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ഒരു ധൈര്യം കൊടുക്കുന്ന രീതിയിലേക്ക് പൊതുബോധം സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് ആളുകൾക്ക് സാധിച്ചു എന്നതിന് യാതൊരു സംശയമില്ല. ഒപ്പം തന്നെ വെച്ചാൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ 2015 ശേഷം ഈ ഭീകരവാദത്തിന്റെ വലിയൊരു എക്സ്പോർട്ടിംഗ് യൂറോപ്പിലേക്ക് നടന്നിട്ടുണ്ട്. ഈ ഇസ്ലാമിക തീവ്രവാദം ശക്തി പ്രാപിച്ച, അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ശക്തി പ്രാപിച്ച ആ ഒരു മേഖലകളിൽ നിന്ന്, പ്രത്യേകിച്ച് സിറിയ, ഇറാഖ് പോലുള്ള മേഖലകളിൽ നിന്ന്. അപ്പൊ ആ ഒരു എക്സ്പോർട്ടിംഗ് നടന്നു, അതിന്റെ ഒരു ക്ലൈമാക്സ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമാണ് ഈ 2023 ഒക്ടോബർ 7 ഒരു ആക്രമണം നടന്നത്. അപ്പോൾ തങ്ങൾ സ്വീകരിച്ച, അല്ലെങ്കിൽ ഈ യൂറോപ്യന്മാരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ തങ്ങൾ അതിഥികളായി തങ്ങൾ സ്വീകരിച്ചവരുടെ ഒരു തനി സ്വഭാവം ഈ യൂറോപ്യൻ ജനത തിരിച്ചറിഞ്ഞ ഒരു നാളുകൾ കൂടിയായിരുന്നില്ല ഈ ഒക്ടോബർ 7 ശേഷമുള്ള കാലഘട്ടം? തീർച്ചയായിട്ടും യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ എപ്പോഴും കുടിയേറുന്ന നാടാണ്. പക്ഷെ അതിന് പ്രത്യേകമായ ഒരു പൊതുമാനം സൃഷ്ടിച്ചെടുക്കാനായിട്ട് ഇസ്ലാമിക അഭയാർത്ഥികൾ കടന്നു വന്നു. അതിനുശേഷം അവര് മൈനോരിറ്റി ആയിട്ടുള്ള ഭാഗങ്ങളിൽ, മൈനോരിറ്റി ആയിരിക്കുന്ന രാഷ്ട്രങ്ങളില് അവര് നിഗൂഢമായ ലക്ഷ്യത്തോടുകൂടെ അവര് സംഘടിതമാകുവാനും അവര് ബോധപൂർവം അവരുടെ ആളുകളെ അവിടേക്ക് കയറുവാനും അത് കുടിയേറുവാനുള്ള അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് അവരവരുടെ വിളനിലമാക്കി മാറ്റുവാനും ക്രൈസ്തവ രാജ്യങ്ങളായിക്കൊള്ളട്ടെ മറ്റേത് രാജ്യങ്ങളായിക്കൊള്ളട്ടെ ആ രാജ്യങ്ങളിൽ ഇസ്ലാമിക രാജ്യങ്ങളാക്കി മാറ്റുവാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തുകൊണ്ട് അറബ് രാജ്യങ്ങൾ ഈ വക കാര്യങ്ങളെ കുറിച്ച് ഒന്നും ചർച്ച ചെയ്യുന്നില്ല? പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ഒരു ലോകത്തിന്റെ എവിടെയെങ്കിലും ഒരു കോണിൽ ഒരു മുസ്ലിമിന് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇവർ പ്രതിഷേധങ്ങളൊക്കെ നല്ലതാണ്. പ്രതിഷേധം ആർക്കും അവകാശമുണ്ട്, അവർ പ്രതിഷേധമുണ്ട്. പക്ഷേ സെലക്റ്റീവ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ മാത്രം പ്രതിഷേധങ്ങൾ കാണുകയും സെലക്റ്റീവ് ആയിട്ടുള്ള ഇടങ്ങളിൽ മാത്രം അവർ പ്രതിഷേധങ്ങൾ കാണുകയും അവിടേക്കൊക്കെ ഈ ഒരു അഭയാർത്ഥികൾ എന്ന നിലയിൽ വ്യാജേനെ ആളുകളെ കയറ്റി കൊണ്ടുവന്ന് ഒരു സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ട് ലോകം മുഴുവനും ഇസ്ലാമികവൽക്കരിക്കുവാനായിട്ടുള്ള ഒരു ശ്രമം ഇതിന്റെ പിന്നിലൊക്കെ ഉണ്ട്. ഇതിന്റെ പിന്നിൽ ഒരു വൻ ഇസ്ലാമിക അജണ്ട നടത്തുവാനായിട്ട് അവര് രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും അധിനിവേശം നടത്തുവാനായിട്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അവര് കുടിയേറുന്നുണ്ട്. ആ കുടിയേറുന്ന ഭാഗമായിട്ട് അവരുടെ സാംസ്കാരിക മേഖലകളിലെ പൈതൃകങ്ങളെ തകർത്തു കളയുന്ന രീതിയിലേക്ക് അവര് ഇടപെടുന്നുണ്ട്. ആ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുത്തി കളയുന്ന രീതിയിലേക്ക് അവര് സാമൂഹികവും രാഷ്ട്രീയമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തീവ്ര സ്വഭാവത്തോടുകൂടെ അവർ പെരുമാറുന്നുണ്ട്. ഇതിന്റെ എല്ലാം പിന്നിൽ ലക്ഷ്യമാക്കുക ഞങ്ങൾ ഒരു ഏകീകൃത സമൂഹമാണ് എന്ന് പൊതുബോധത്തിന് അവർ വ്യക്തമാക്കി കൊടുക്കുക. ആ പൊതുബോധം സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ഇസ്ലാമിക ഭീകരതയ്ക്ക് ഒരു വേര് പാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ നാനാ ദിശയിൽ നിന്ന് ആളുകളെ ഈ ഒരു തീവ്രമായ നിലപാടുകളിലേക്ക് രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റമൊക്കെ നമുക്കൊരു തെളിവായിട്ട് അവശേഷിക്കുക. ഇനി നമ്മളത് മനസ്സിലാക്കിയില്ല എങ്കിൽ നമുക്കത് വലിയ തിരിച്ചടികൾക്ക് കാരണമാകുന്നതിന് യാതൊരു സംശയമില്ല. ശ്രീ ലിയോപോൾ,
ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ്. പ്രത്യേകിച്ച് ഇസ്രായേലുമായി ബന്ധപ്പെട്ട വാർത്തകൾ, മധ്യപൂർവേഷ്യയിൽ നിന്നുള്ള വാർത്തകൾ കൃത്യമായിട്ടും ലിയോ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഒപ്പം തന്നെ ലിയോ ഇസ്രായേലിൽ വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്ത ഒരു വ്യക്തിത്വം കൂടിയാണ്. നമുക്കറിയാം, മറ്റൊരു ആസ്പെക്റ്റിൽ, വേറൊരു ആംഗിളിൽ നമ്മൾ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ, ഈ ലോകത്തെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ലോകത്തിൽ ഒരു പൊതുബോധം ഈ ഇസ്ലാമിസ്റ്റുകൾ സൃഷ്ടിച്ചെടുത്തത് ഇസ്രായേൽ ഒരു അധിനിവേശ ശക്തിയാണ്, ബാക്കി അവിടെയുള്ള ഗാസയിലുള്ളവരും അല്ലെങ്കിൽ ഇസ്രായേലിനെ എതിർക്കുന്ന തീവ്രവാദികളൊക്കെ അതിന്റെ ഇരകളാണ് എന്ന തരത്തിലുള്ള ഒരു വ്യാജ പൊതുബോധം സൃഷ്ടിച്ചെടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒക്ടോബർ 7-ന് ശേഷം ആരാണ് യഥാർത്ഥത്തിൽ ഒരു അധിനിവേശ ശക്തി എന്ന് കൃത്യമായിട്ടും ലോകത്തിൽ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലേ? അതായത് ഒരു കൊച്ചു രാജ്യത്തെ എങ്ങനെയാണ് ഒരു കൂട്ടം തീവ്രവാദികൾ 4 ദിക്കിൽ നിന്നും വരിഞ്ഞ് മുറുക്കുന്നത്? ആരാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഒരു അധിനിവേശം നടത്തുന്നത് എന്ന ഒരു കൃത്യമായിട്ടുള്ള ചിത്രം ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ ഒരു സാഹചര്യം ചെയ്യുക ഉണ്ടായില്ലേ? ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഒരു ജോലി ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഇസ്രായേൽ പ്രത്യേകിച്ച് മറ്റ് പൗരന്മാരോട്, അല്ലെങ്കിൽ അവിടുത്തെ പ്രത്യേകിച്ച് ഗാസിൽ നിന്നൊക്കെ ഉള്ളവർ അവിടെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, അവരോടൊക്കെ ഇസ്രായേൽ കാണിക്കുന്ന ഒരു സഹിഷ്ണുത എത്രത്തോളമുണ്ട് ലിയോ? തീർച്ചയായിട്ടും 2012 മുതൽ 2023 വരെയാണ് ഞാൻ അവിടെ ജോലി ചെയ്തത് ഇസ്രായേലിൽ. നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ മലയാള മനോരമയുടെ ബാക്ക് പേജിൽ ഇങ്ങനെ വെസ്റ്റ് ബാങ്കിൽ ആക്രമണം, അല്ലെങ്കിൽ ഇസ്രായേൽ ടാങ്കറുകൾ പോകുന്ന ചിത്രങ്ങളൊക്കെ കണ്ടുള്ള പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്നതിന് ശേഷമാണ് ഇതിന്റെ രൂക്ഷത മനസ്സിലാകുന്നത്. എല്ലാ വർഷവും നമ്മുടെ ഇവിടെ തിരുനാളുകളൊക്കെ നടക്കുന്ന പോലെ അതേ സമയത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് വാർ നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇസ്രായേലിലുണ്ടായിരുന്നത്. അതായത് ഒരു പ്രത്യേക സമയത്ത്, അതായത് ഇസ്ലാം മതപരമായി ബന്ധപ്പെട്ട നോമ്പിന്റെ സമയത്ത് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയക്കുന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ പട്ടണങ്ങളിൽ ചാവേർ ആക്രമണം നടത്തുന്നു, അല്ലെങ്കിൽ ഇസ്രായേലികളെ, യഹൂദരെ കുത്തി കൊലപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേൽ അതിനെ പ്രതികരിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക്, ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 1 മന്ത്, ഈ ഒരു സമയത്ത് ഇസ്രായേൽ ഗാസയിലേക്ക് ആക്രമണം നടത്തുന്നു, കുറച്ച് പേര് അവിടെ കൊല്ലപ്പെടുന്നു, അവർ തിരിച്ച് ഇങ്ങോട്ട് മിസൈൽ അയക്കുന്നു. ഇങ്ങനെ അത് കുറച്ച് കഴിയുമ്പോൾ അത് സീസ് ഫയർ പ്രഖ്യാപിക്കും. അതിനുശേഷം ഒരു പിരിവൊക്കെ നടക്കും. അങ്ങനെ ലോകത്ത് എമ്പാടുമുള്ള മോസ്കുകളിൽ ഒരു പിരിവൊക്കെ നടന്ന് വലിയൊരു കളക്ഷനൊക്കെ ലഭിച്ചതിന് ശേഷം വീണ്ടും അവർ അടുത്ത വർഷത്തേക്ക് ശക്തി പ്രാപിക്കും, വീണ്ടും ആവർത്തിക്കുന്നു. ഇത് തന്നെ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കോവിഡിന് ശേഷം ഒരു സൈലന്റ് ആയിരുന്നു അവിടെ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ പരസ്പരം സംസാരിച്ചിട്ടുണ്ട്, ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ല, യുദ്ധമൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് ചോദിക്കുമായിരുന്നു. പുരുഷന് യുദ്ധമൊന്നും ഇല്ല എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ചോദിക്കുമായിരുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ഒരുങ്ങിയിരിക്കേണ്ടതായിരുന്നു. ആ സമയത്ത് ശരിക്കും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ, സംശയിച്ചതുപോലെ തന്നെ, ഹമാസ് മാത്രമല്ല, പാലസ്തീനിലെ 10ഓളം വരുന്ന ഭീകര സംഘടനകൾ ഈ ഒരു വലിയൊരു ആക്രമണത്തിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. 2023 ശരിക്കും ഇവർ ഈ പ്ലാൻ ചെയ്തത്, 2022 മുമ്പ് പ്ലാൻ ചെയ്ത ഒരു ആക്രമണമായിരുന്നു. പക്ഷെ എന്തോ കഴിഞ്ഞ വർഷം ഇതുവരെ ഒക്ടോബർ 7-ന് അത് നടത്തപ്പെടുകയുണ്ടായത്. അപ്പോൾ ഇസ്രായേലിന് ഒരു സംശയത്തിനും ഇട നൽകാത്ത രീതിയിലായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. പ്രത്യേകിച്ച് സുക്കോത്ത് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ വലിയ ഒരു പാരമ്പര്യമുള്ള ഒരു തിരുനാൾ ദിവസം, ആ ഇസ്രായേലുകളെല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇസ്രായേലിന്റെ അതിർത്തികൾ ഭേദിച്ച് തെക്കൻ ഇസ്രായേലിലേക്ക് കടന്നു വരുന്ന ഭീകരവാദികൾ, 1000-ന് മുകളിൽ വരുന്ന ഭീകരവാദികളാണ് ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയത്. അപ്പോൾ ആക്രമണത്തെക്കുറിച്ച് നമ്മൾ ഒരു വർഷമായിട്ട് സംസാരിക്കുകയാണ്. പക്ഷേ ഇത് ഇസ്രായേലിന് വിചാരിച്ചാൽ ഇത് തടയാമായിരുന്നു. എങ്കിലും ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു ആക്രമണം ഹമാസിന്റെ അല്ലെങ്കിൽ പാലസ്തീൻ ജിഹാദ് സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിൽ അവർ ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്കൊന്നും അത് ഇപ്പോഴും ഇസ്രായേലികൾ മറക്കില്ല. ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പൊക്കെ ഇസ്രായേലിലുള്ള സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമായിരുന്നു, യഹൂദരായിട്ടുള്ള സുഹൃത്തുക്കൾ. നമ്മൾ ജോലി ചെയ്ത സ്ഥലത്തു നിന്നുള്ളവരായിട്ട് ഇപ്പോഴും കോൺടാക്ട് ഉണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ പറയും, നമ്മുടെ ഇവിടെ നിന്നുള്ള വാർത്തകളൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകൾ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സപ്പോർട്ട്, അതായത് ഹമാസിനുള്ള സപ്പോർട്ടുകൾ, നമ്മൾ അവിടെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അവരുമായിട്ട് ഞാൻ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ എല്ലാവർക്കും ആക്സസിബിൾ ആയതുകൊണ്ട് ഈ വാർത്തകളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കയറി വരുന്നു. അപ്പോൾ ഇന്ത്യൻ വാർത്തകളും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ കണ്ടന്റുകളൊക്കെ ഇവരും ശ്രദ്ധിക്കും. അപ്പോൾ പറയും, നിങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ഈ ഭീകരർക്ക് വലിയ സപ്പോർട്ടാണല്ലോ. അപ്പോൾ പക്ഷെ ഞങ്ങൾ ഇന്ത്യക്കാരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് യഹൂദര് പറയുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. വളരെ നാണക്കേടോട് കേട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കാരണം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാരായിട്ട് മാത്രം കാണുന്ന ഒരു സമീപനമാണ് യഹൂദർ സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും യഹൂദരുടെ ഒരു പാരമ്പര്യം, അതായത്
അവര് ശത്രുവായിട്ടൊന്നും അവർ പാലസ്തീനികളെ കാണുന്നില്ല. പാലസ്തീനികൾ സഹോദരങ്ങളായിട്ട് തന്നെയാണ് യഹൂദരും കാണുന്നത്. നമുക്കറിയാം, ഗാസയിൽ നിന്ന് ഏകദേശം ഡെയിലി 18,000-ഓളം ആളുകൾ ഇസ്രായേലിലേക്ക് ജോലിക്ക് എത്തിയിരുന്നു. 1,00,000-അടുത്ത ആളുകളാണ് പാലസ്തീനിൽ നിന്ന്, അതായത് വെസ്റ്റ് ബാങ്ക് സൈഡിൽ നിന്ന് ബത്ലഹേം വഴിയൊക്കെ ഇസ്രായേലിലേക്ക് ജോലിക്ക് എത്തിയിരുന്നത്. ഇസ്രായേലിലെ ഹോട്ടൽ മേഖലകൾ, അതോടൊപ്പം തന്നെ ഈ ശുചീകരണ മേഖലകൾ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലകൾ, തോട്ടം, ഈ വെജിറ്റബിൾസ്, അപ്പോൾ അതോടൊപ്പം തന്നെയുള്ള കൃഷി കാര്യങ്ങളൊക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ജോലികളിലൊക്കെ ഏർപ്പെട്ടിരുന്നത് പാലസ്തീനിയൻസ് ആണ്. വർഷങ്ങളായിട്ട് അവർ വന്ന് ഡെയിലി പെർമിറ്റ് എടുത്ത് വന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്ന ആളുകളായിരുന്നു. അപ്പോൾ നല്ല ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇസ്രായേലി കുടുംബങ്ങളുമായിട്ടും ഇസ്രായേലുകളുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരുണ്ട്. അവർക്കിട്ടൊരു പണിയാണ് ഈ ഹമാസ് കൊടുത്തത്. കാരണം ഈ ഒരു ആക്രമണത്തിന് ശേഷം ജോലിയില്ലാതായി, അവർക്ക് ഇസ്രായേലിലേക്ക് കടന്നു വരാൻ സാധിക്കാതെയായി, അവരുടെ കുടുംബം പട്ടിണിയായി. അങ്ങനെ ഇസ്രായേലികൾ ആത്യന്തികമായിട്ട് ഇങ്ങനെ വർഷങ്ങളായിട്ട് പാലസ്തീനിയൻസുമായിട്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് നല്ല ബന്ധം തുടരുമ്പോൾ ഹമാസ് എന്ന് പറയുന്ന സംഘടന, പ്രസ്ഥാനം, ഈ ഒരു ഭീകര സംഘടന ഇസ്രായേലിനെ എല്ലാ വർഷവും, അല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞ് അടുത്തത് ഇപ്പോൾ ഈ സീസ് ഫയറിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാം, ഇത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ബന്ദികളെ കൈമാറ്റം ചെയ്തു. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആവശ്യമാണ് എങ്ങനെയെങ്കിലും ബന്ദികളെ നമ്മൾക്ക് തിരിച്ച് ഇസ്രായേലിലേക്ക് എത്തിക്കണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം വീണ്ടും ഇത് ആരംഭിക്കും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അത് തന്നെയാണ് നമുക്ക് കാണാൻ പോകുന്നത്. ഓക്കെ. ഒപ്പം തന്നെ ഇസ്രായേലിൽ ജോലി ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങ് ലിയോ നേരത്തെ സൂചിപ്പിച്ചു, ഈ കേരളത്തിൽ നിന്നും ഈ ഭീകരതയ്ക്ക് ലഭിക്കുന്ന സപ്പോർട്ട്, അതിൽ യഹൂദരൊക്കെ അതൊക്കെ കൃത്യമായിട്ട് തന്നെ അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഒപ്പം എനിക്ക് തോന്നുന്നു ഈ സൗമ്യ സന്തോഷിന്റെ ഒക്കെ ഒരു മരണത്തിന്റെ ഒക്കെ ഒരു സമയത്തായിരുന്നു അങ്ങ് അവിടെ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് ആ ഒരു മരണം ഇവിടുത്തെ ഒരു കേരള സർക്കാരൊക്കെ ഹാൻഡിൽ ചെയ്ത ആ ഒരു രീതി അവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റിയെ എത്രത്തോളം ഒരു വേദന അത് സമ്മാനിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും. അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ട പ്രളയം 2018-ൽ 19-ലൊക്കെ പ്രളയം വന്ന സമയത്ത് ഇസ്രായേലിലെ ജോലി ഏകദേശം 10,000-ന് മുകളിലുള്ള മലയാളികൾ അംഗീകൃതമായിട്ടുള്ള വിസയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിൽ കൂടുതൽ ഇന്ത്യക്കാരോടെ ജോലി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രളയത്തിൻ്റെ സമയത്ത് അവിടുത്തെ മലയാളികൾ കളക്ട് ചെയ്തത് വലിയൊരു തുകയായിരുന്നു. ഏകദേശം 8 ലക്ഷത്തിന് മുകളിലുള്ള തുകയാണ് അന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അന്ന് ഇസ്രായേലിൽ നിന്ന് ഞങ്ങൾ നിക്ഷേപിച്ചത്. അപ്പോൾ അതിനൊക്കെ ശേഷം ഇങ്ങനെ ഉള്ള പൊതുവായിട്ടുള്ള പരിപാടികളിലൊക്കെ ഞങ്ങൾ സഹകരിക്കുമായിരുന്നു. അതിനുശേഷമാണ് ഈ സൗമ്യ എന്ന് പറയുന്ന ഞങ്ങളുടെ സഹോദരി അന്നവിടെ ഹമാസിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ എല്ലാവർക്കും അത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്കെന്നല്ല, ഇന്ത്യക്കാർക്ക് എല്ലാവരും ഭീതിയുടെ നിഴലിലാണ് കഴിയുന്നത്. പക്ഷേ നമുക്ക് അവിടെ സുരക്ഷിതമായ അവസ്ഥകളുണ്ട്. അതായത് അയൺ ഡോം സിസ്റ്റം ഉണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ വീട്ടിലും ബങ്കറുണ്ട്. അതോടൊപ്പം തന്നെ സേഫ്റ്റി റൂംസ് ഉണ്ട്. എല്ലാ സ്ഥലത്തും 20 മീറ്റർ 40 മീറ്റർ വെച്ചൊക്കെ, അല്ലെങ്കിൽ 1/2 കിലോമീറ്ററൊക്കെ വെച്ച് ബങ്കേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഭീഷണി ഇല്ലാതാകുന്നില്ല. അപ്പോൾ എല്ലാവരും ഭീതിയുടെ നിഴലിലാണ് കഴിയുന്നത്. അപ്പോൾ ആ സമയത്താണ് സൗമ്യ കൊല്ലപ്പെടുന്നത്. സൗമ്യ കൊല്ലപ്പെട്ടതിന് ശേഷം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണമൊക്കെ വല്ലാതെ വേദനിപ്പിക്കാനുണ്ടായത്. കാരണം നമ്മളിത്രയും സഹകരണത്തോടെ നിൽക്കുക, പ്രളയത്തിന് ശേഷം അങ്ങനെയുള്ള ആ സമയത്ത് നിൽക്കുന്ന സമയത്തും നമ്മൾ നാടിനു വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇസ്രായേലിലെ മലയാളികൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ സർക്കാരിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു സമീപനം വന്നപ്പോൾ അത് പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ എല്ലാവരും അറിയപ്പെട്ടു. കാരണം ഇവിടെ കോൺസുലേറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സൗമ്യയുടെ വീട് സന്ദർശിച്ചു. അപ്പോൾ അതുമായിട്ട് ഒരുപാട് വാർത്തകൾ ഇസ്രായേലിൽ ഇത് സംബന്ധിച്ച് അവിടെ പ്രചരിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഇങ്ങനെ ഒരു സമീപനം നമ്മൾ എല്ലാവരും വേദനിപ്പിച്ചു. അതിലൊത്തിരി പ്രതിഷേധം, അതങ്ങനെ രാഷ്ട്രീയ പാർട്ടി ഭേദമൊന്നും ഇല്ലാതെ ഒരുപാട് പേര് അത് പ്രതിഷേധിക്കുകയും ചെയ്തു. ഓക്കെ, അത് വളരെ വ്യക്തമാണ്. അമൽ സരേഖ്, ഒരു പക്ഷെ തമാശയ്ക്ക് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഹമാസ് പോലും ചിന്തിച്ചു കാണില്ല ഇങ്ങനെ ക്രൂരത ചെയ്ത തങ്ങൾക്ക്, അതായത് പിഞ്ചുകുട്ടികളെയൊക്കെ കഴുത്തറുത്തു കൊന്ന തങ്ങൾക്ക്, സ്ത്രീകളെ വളരെ അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്ത് കൊന്ന തങ്ങൾക്ക്, അല്ലെങ്കിൽ ജീവനോടെ മനുഷ്യരെ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ
പച്ചയ്ക്ക് കത്തിച്ചു കൊന്ന തങ്ങൾക്ക് ഇത്രയും കയ്യടി ലോകം മുഴുവൻ കിട്ടുമോ എന്ന്. ഒരുപക്ഷെ അവരെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് കേരളത്തിൽ നിന്നുള്ള പിന്തുണയാണ്. ഇത്തരത്തിലുള്ള പിന്തുണ സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറഞ്ഞാൽ പോലും അതിലൊട്ടും തന്നെ അതിശയോക്തിയില്ല. ഒരു ഒരു ഫേമസ് ആയിട്ടുള്ള സിനിമ ഡയലോഗുണ്ട്, ഇത് എനിക്കാണോ വട്ടായത് അതോ നാട്ടുകാർക്ക് മുഴുവൻ വട്ടായതാണോ എന്ന് പോലും ഹമാസ് ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വലിയൊരു പിന്തുണയായിരുന്നില്ല ഈ ഒക്ടോബർ 7-ന് ശേഷം ഈ ഭീകരർക്ക്, ഈ ഭീകരതയ്ക്ക് കേരളത്തിൽ നിന്നും ലഭിച്ചത്. കേരളത്തിലെ ചിലരുടെ പൊയ്മുഖങ്ങൾ, അച്ഛൻ പറഞ്ഞതുപോലെ ചിലരുടെയൊക്കെ പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീണ ഒരു കാലഘട്ടമായിരുന്നില്ലേ കഴിഞ്ഞ ഒരു 450 ദിവസം അമൽ സരീഖ്? തീർച്ചയായിട്ടും ഈ പറഞ്ഞതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കടന്നുപോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ചെറുതും വലുതുമായ നമ്മുടെ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളാകട്ടെ, സംഘടനകളാകട്ടെ, അല്ലെങ്കിൽ ഈ വ്യക്തി പ്രഭാവങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ചില നേതാക്കളോ അല്ലെങ്കിൽ വ്യക്തികളോ ആകട്ടെ, ഇവരിലെല്ലാം വന്ന ഒരു പ്രതികരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിലേക്കായിരുന്നു. അതായത് ഈ ഒക്ടോബർ 7-ാം തീയതി അങ്ങനെ ഒരു ക്രൂരത ഇസ്രായേൽ ജനത്തിനെതിരെ നടക്കുന്ന സമയത്ത് അതിനെ ഇസ്രായേൽ ജനത്തോടു കൂടെ ആകാനായിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു വാക്ക് പോലും സംസാരിക്കാത്തവര് പിന്നീട് ഉടനെ തന്നെ ഇസ്രായേലിലെ തിരിച്ചടിയില് പെട്ടെന്ന് സേവ് ഗാസ പോലെയുള്ള ഹാഷ്ടാഗ് പ്രയോഗങ്ങളും അതോടൊപ്പം തന്നെ പാലസ്തീന് വേണ്ടിയുള്ള മറുപടി എല്ലാം കൂട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എന്നെ അതിശയിപ്പിക്കുന്നതും നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടതും ജാഗ്രതപ്പെടേണ്ടതുമായ ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രമാത്രം കലാലയങ്ങളെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. അതായത് കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന സ്കൂള് മുതല് അവിടെ കോളേജ് തലത്തിലും എല്ലാം തന്നെ കലോത്സവ വേദികളും മറ്റുമെല്ലാം ആകട്ടെ, അവിടെ ഈ ഒരു പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസിന് അനുകൂലമായിട്ടുള്ള ചില സമീപനങ്ങളെല്ലാം നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇപ്പൊ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇപ്പൊ ഈ വർഷങ്ങൾ ഇറങ്ങുന്ന കോളേജ് മാഗസിനുകളാകട്ടെ, എല്ലാ കോളേജ് മാഗസിനുകളിലും അതിനകത്ത് ഒരു ഹമാസ് അനുകൂല അല്ലെങ്കിൽ പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്രായേലിനെ എതിർത്തുകൊണ്ടുള്ള ഒരു ലേഖനമെങ്കിലും ഇല്ലാതില്ല. എല്ലാ കോളേജ് മാഗസിനുകളിലും ഒരു ലേഖനമെങ്കിലും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചാലും മനസ്സിലാവും. ചില മാഗസിനുകൾ തന്നെ മൊത്തത്തിൽ ഈ ഒരു ആശയധാരയിലേക്ക് തന്നെ പോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത്രമാത്രം കുട്ടികളുടെ ഇടയിലേക്ക്, യുവാക്കളുടെ ഇടയിലും എല്ലാം തന്നെ ഒരു എന്താ പറയുക, ഒരു തീവ്രവാദ മനസ്സ് അവിടെ രൂപീകരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായ അജണ്ടകളോടെ തന്നെ നടക്കുന്നതാണെന്ന് കാലാകാലങ്ങളോട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് ഒരു എന്താ പറയുന്നത്, പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നതിന് പേരിൽ ഒരു പ്രതികരണം, അതിനേക്കാൾ ഉപരി തന്നെയായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്ന കുറെ ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉടലെടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുടെ പ്രതികരണങ്ങളാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ അടുത്ത നാളിൽ തന്നെ നമുക്ക് വളരെ പ്രകടമായതാണ് മുസ്ലിം ലീഗിന്റെ ഒക്കെ ആ ഒരു നിലപാടും കാര്യങ്ങളും ഒക്കെ. ഇപ്പൊ നമുക്കറിയാം, ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ തന്നെ പാലസ്തീനിയൻ വേരിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ പാലസ്തീനിയൻ ആ ഒരു മുസ്ലിം ബ്രദർഹുഡിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു സംഘടനയാണ് ഈ ഹമാസ് എന്ന് പറയുന്നത്. അതേസമയം ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ നേരിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമി ആയിട്ടുള്ള ഞങ്ങളുടെ അടുത്ത ബന്ധം അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് തുടങ്ങിയതാണെന്നുള്ളതാണ്. ഇനി അത് ഞാൻ പറയുന്നതായിട്ട് ഇനി കണക്കാക്കേണ്ടതില്ല. ഈ കുറച്ച് പത്രവാർത്തകൾ വന്ന റിപ്പോർട്ടുകൾ വരെ ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമി SDPI സംഘടനയോട് ലീഗിന്റെ സമീപനം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ലീഗിന്റെ ബന്ധം ഇപ്പോൾ തുടങ്ങിയതല്ല, ശിഹാബ് തങ്ങളുടെ കാലത്ത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് മുസ്ലിം സൗഹൃദവേദി രൂപീകരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്. മാത്രമല്ല, പിന്നെ അദ്ദേഹം കൃത്യമായിട്ട് തന്നെ നമ്മുടെ മീഡിയ വൺ പോലുള്ള ചാനലുകളൊക്കെ തന്നെ കൃത്യമായിട്ട് ഒരു തലക്കെട്ടുകൂടെ കൊടുത്തതാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ദീർഘകാല ബന്ധം, സാദിഖ് അലി തങ്ങൾ UDF-ന് വോട്ട് ചെയ്യുന്നത് നിഷേധിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജമാഅത്തെ ഇസ്ലാമിയും ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു വേരിൽപ്പെട്ട ഒരു സംഘടനയാണ്. ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ വേരിൽപ്പെട്ട ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമിയും, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഹമാസും. അപ്പം അവിടെ നോവുമ്പം ഇവിടെ വേദനിക്കാന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പം എന്തുമാത്രം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് മീഡിയ വൺ എന്ന് പറഞ്ഞ ചാനലും അതോടൊപ്പം തന്നെ മാധ്യമം, പത്രവും ഒക്കെ, അതെല്ലാം നമുക്കറിയാം. അപ്പം അതോടൊപ്പം തന്നെ ഇന്നിപ്പം മുസ്ലിം ലീഗ് പോലുള്ള പ്രബലമായ ഒരു രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കുന്നു എന്നുള്ളത്, എത്രമാത്രം ഇവരെല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതും, അവിടെ വേദനിച്ചാൽ ഞങ്ങൾക്കും വേദനിക്കും എന്ന രീതിയിലുള്ള മുസ്ലിം ബ്രദർഹുഡിന്റെ തന്നെ ടൈറ്റിലേക്ക് ഇവർ എത്രമാത്രം ആഴപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇതെല്ലാം വെളിവാക്കപ്പെട്ട് വന്ന ഒരു കാര്യമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലഘട്ടം വരെ ഒരു തീവ്രവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മുസ്ലിം വിരുദ്ധനാണെന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് ഇപ്പം ഞങ്ങളുടെ ഒരു അംഗമാണല്ലോ, ഞങ്ങളുടെ ഒരാളാണ് എന്ന് പറയുന്ന നിലയിലേക്ക് പൊതു മധ്യത്തിൽ തന്നെ പല പ്രസ്താവനകളും വരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ എത്രമാത്രം കേരള സമൂഹം ഇതിനെപ്പറ്റി ജാഗ്രതയിലാണ് ഇപ്പോൾ എന്ന് ചോദിച്ചാൽ പോലും അതിനകത്ത് സംശയം പ്രകടിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്.
കാര്യം ചില സ്ഥലങ്ങളിൽ മാത്രം ഇതിന്റെ ജാഗ്രത ഇപ്പോഴും നിലനിൽക്കുന്നുള്ളൂ. പൊതുസമൂഹം ഇപ്പോഴും ഈ ഒരു വിഷയത്തെ പറ്റി അത്രമാത്രം ജാഗ്രതരായിട്ടുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്രമാത്രം ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നെങ്കിൽ പോലും ഇവിടെ ഉള്ള നേതാക്കളാകട്ടെ, പ്രധാന ധാരയിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ, ആരും തന്നെ ഇതിനെ വിമർശിക്കാനായിട്ടോ ഒരു എതിർവാക്ക് പറയുവാനായിട്ടോ സത്യത്തെ സത്യമായി പറയുവാനായിട്ടോ പോലും ഭയക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭയക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ വരും തലമുറയിലേക്ക് ഇതിന്റെ സത്യങ്ങൾ എത്രത്തോളം ആഴ്ന്നിറങ്ങും എന്നുള്ളതും സംശയമാണ്. ഇതെല്ലാം അനുഭവത്തിലൂടെ പഠിക്കത്തുള്ളൂ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലൂടെ തന്നെ മാത്രമാണ് ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അനുഭവിച്ച് തന്നെ പഠിക്കട്ടെ, തങ്ങളിൽ എത്താതെ മറ്റൊരാളുടെ വേദന ഞങ്ങൾ അറിയുന്നില്ല എന്നൊരവസ്ഥയിലേക്കാണ് ഇന്നും നമ്മുടെ കേരള സമൂഹം പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം ഇത് വളരെ വിപത്തായ രീതിയിലാണ് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിന്റെ പോക്കും. മാത്രമല്ല, പിന്നെ ഇപ്പോൾ ഉള്ളൊരു സാഹചര്യം നമ്മൾ പറയുവാണെങ്കിൽ ഇതിനകത്ത് പല ഘട്ടങ്ങളായിട്ട് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാം ഹമാസ് ഇസ്രായേലിൽ തോറ്റു, അല്ലെങ്കിൽ ഹമാസ് പലസ്തീനിൽ തോറ്റു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ വളരുന്നതിനെ അവിടെ നമുക്ക് നിലയ്ക്ക് നിർത്താൻ സാധിക്കുന്നുണ്ട് എന്ന രീതിയിലേക്കൊക്കെ നമുക്ക് ഇതിനെ പ്രസ്താവിക്കാൻ പറ്റും. മാത്രമല്ല, പിന്നെ ഏറെക്കുറെ നമ്മുടെ ഈ പൊതുസമൂഹത്തിന് ഇവരൊക്കെ ആയിട്ടുള്ള ഒരു അന്തർധാരയും ഇവിടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഒരു ധാരണ, ഇങ്ങനെ ഒരു പ്രവർത്തനങ്ങളെ പറ്റി ഒരു ധാരണ കിട്ടി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ മറ്റൊരു ഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവിടെ ഈ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഒരു അധിനിവേശം ഉണ്ടായിരുന്നല്ലോ, ഒരു അനധികൃതമായ കുടിയേറ്റം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ നടന്നിരുന്നല്ലോ. അപ്പൊ ആ പ്രക്രിയ നടന്നതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആണോ ഈ ഒരു വിഷയം എന്നും നമുക്ക് സംശയിക്കാതെ വയ്യ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്രമാത്രം ലോകരാജ്യങ്ങൾ ഇന്ന് ഈ ഹമാസിനെ അനുകൂലിക്കുന്നുണ്ട് എന്നുള്ളത് പൊതു സമൂഹത്തിലേക്കും ലോക മനസാക്ഷിയിലേക്കൊക്കെ അല്ലെങ്കിൽ ലോകത്തുള്ള മറ്റ് മുസ്ലിം സംഘടനകളിലേക്കൊക്കെ എത്താനായിട്ടുള്ള ഒരു ഘടകം കൂടിയായി ഇത് മാറുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കാര്യം ഈ ഒരു സംഭവം നടന്നതിന്റെ പേരിൽ ഇപ്പം പാലസ്തീൻ അനുകൂലമായിട്ട്, ഹമാസ് അനുകൂലമായിട്ട് എത്ര രാജ്യങ്ങൾ നിലപാടുകൾ എടുത്തു. അപ്പൊ ആ എത്ര രാജ്യങ്ങൾ നിലപാടുകൾ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം തങ്ങളുടെ സംഘടനകളുടെ ഇൻഫിൽട്രേഷൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന് ഇവർക്ക് ഉറപ്പ് വരുത്താനുള്ള ഒരു മാർഗം കൂടിയാണ്. അപ്പം വരും നാളുകളിൽ എവിടേക്കാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇനിയും കൂടുതൽ ഈ രീതിയിലേക്ക് ഒരു ഇസ്ലാമൈസേഷൻ വരാനായിട്ട് ഞങ്ങൾ എവിടെയൊക്കെ ശ്രദ്ധിക്കണം എന്ന രീതിയിലേക്കുള്ള ഒരു ഹിന്റും കൂടെ ഈ ഒരു അവസ്ഥയിലേക്ക് അവർക്ക് ഉതകുന്ന രീതിയിലേക്ക് മാറുന്നുണ്ടോ എന്നും സംശയമുണ്ട്. മാത്രമല്ല, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇസ്രായേലിന്റെ, അതായത് തകർക്കാൻ പറ്റാത്ത ഒരു സംവിധാനത്തിനെ ആദ്യം തകർത്തുകൊണ്ടാണ് ഈ ഒക്ടോബർ 7-ാം തീയതി ഈ ഒരു വിഷയം നടക്കുന്നത്. ഇനി മാത്രമല്ല, ഈ കാലഘട്ടം ഇസ്രായേൽ എടുത്ത നിലപാടുകളും അവരുടെ സൈനിക ബലവും അവരുടെ സംവിധാനങ്ങളെ പറ്റിയൊക്കെ പഠിക്കാനായിട്ടും ഈ ഒരു അവസ്ഥയിൽ ചില ഇസ്ലാമിക് ഓർഗനൈസേഷൻ തയ്യാറാകുന്നുണ്ടെന്നുള്ളത് നമ്മൾ കാണാതെ വയ്യ. അപ്പം ഇനി ഒരു കുറച്ച് നാളത്തേക്ക് ഒരു കോൾഡ് വാർ ആയിരിക്കും നടക്കാൻ സാധ്യത. ഇനി ഒരു കോൾഡ് വാർ എന്ന രീതിയിലേക്ക് കുറച്ച് കാലങ്ങളിലേക്ക് പോയതിനു ശേഷം പിന്നീടും ഒരുക്കത്തോടെ തന്നെ ഒരു അറ്റാക്കിനുള്ള ഒരു സാധ്യത വരും കാലങ്ങളിൽ കാണുന്നതായിട്ടാണ് ഈ ഒരു അവസ്ഥയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യം കൂടി ഇല്ലേ അമൽ സരീഖ്, നമുക്ക് ഇപ്പം ഇസ്രായേൽ ഈ ഹമാസ് ഭീകരരായിട്ടുള്ള ഇസ്മായിൽ ഹനിയെയും ഒപ്പം തന്നെ യഹിയ സിൻവാറിനെയും ഒക്കെ തീർത്തു. അപ്പോൾ അമൽ സൂചിപ്പിച്ചതുപോലെ ഒരു തൽക്കാലത്തേക്കെങ്കിലും ഒരു സമാധാനം അവിടെ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ നമുക്കറിയാം, ഈ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന നിരവധി യഹിയ സിൻവാർമാർ അല്ലെങ്കിൽ ഇസ്മായിൽ ഹനിയന്മാർ ഈ ഗാസയുടെ തെരുവുകളിൽ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ ഈ തീവ്രവാദികളുടെ ഒക്കെ ഈ കുഞ്ഞുങ്ങൾ പിറന്നു വീഴുമ്പോൾ ഒട്ടും തന്നെ അതിശയോക്തിയില്ലാതെ പറയാൻ സാധിക്കും, ആ കുഞ്ഞിന്റെ അപ്പനാര് അമ്മയാര് എന്ന കുഞ്ഞിനോട് പറയുന്നതിന് മുമ്പ് തന്നെ അവരോട് പറയുന്നത് ഇസ്രായേലാണ് നിന്റെ ശത്രു എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ നമുക്ക് ഒരു ആത്യന്തികമായിട്ടുള്ള ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു സമാധാനം അവിടെ സ്ഥാപിതമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഈ പറയുന്നത് പോലെ ഒരു കോൾഡ് വാർ ആ തരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ഇടക്കാല ഒരു ആശ്വാസം എന്ന തരത്തിൽ മാത്രമല്ലേ ഇങ്ങനെയുള്ള രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ മറു സൈഡിൽ നടക്കുമ്പോൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് ശരിക്കും പറയാം, നമ്മുടെ കാശ്മീരിൽ എന്ത് നടക്കുന്നോ അതുപോലെ തന്നെയാണ് ഇവിടെ നടക്കുക. ഇപ്പം എനിക്കൊരു കാശ്മീരിയൻ സുഹൃത്തുണ്ടായിരുന്നു. അപ്പം പുള്ളിയോട് ഞാനിങ്ങനെ സംസാര സമയത്ത് ഇവിടെ ഈ കാശ്മീരിൽ ഇനി ഒരു സമാധാനം ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് അവിടെ ഒരു സമാധാനത്തിനുള്ള ഒരു ശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറമേ കാണുന്നതിനേക്കാൾ ഉപരിയായിട്ട് സാധ്യമല്ല എന്നുള്ളൊരു ഉത്തരവാണ്. കാര്യം അവിടെ കാശ്മീരിൽ മിക്ക കുടുംബങ്ങളിലെയും ആരെങ്കിലും റിലേറ്റീവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ മിക്ക കുടുംബങ്ങളിലെ ആരെങ്കിലും റിലേറ്റീവ് കൊല്ലപ്പെട്ടത് കൊണ്ട് തന്നെ ആ കുടുംബങ്ങളിലെല്ലാം തന്നെ അവർക്ക് ഇന്ത്യൻ സൈന്യത്തിനെതിരെയും ഇന്ത്യ ആ സർക്കാർ സംവിധാനത്തിനെതിരെയൊക്കെ ആയിട്ടുള്ള ഒരു ആശയധാരയാണ് ആ കുടുംബങ്ങളെല്ലാം ഉള്ളത്.
അപ്പം അത് നിൽക്കത്തോടത്തോളം കാലം അവിടെ സമാധാനം സ്ഥാപിതമല്ലെന്ന് അവിടുത്തെ തന്നെ ഒരു കാശ്മീരിയൻ ആയിട്ടുള്ള ഒരു ഹിന്ദു പയ്യനാണ് അവൻ. നമ്മുടെ ഈ എന്താ പറയുക, ഇപ്പൊ മൈഗ്രേഷൻ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു സംവിധാനം സർക്കാർ ഒരുക്കുന്നുണ്ട് ഈ കാശ്മീരിൽ നിന്നുള്ള കുട്ടികൾക്കൊക്കെ. അപ്പൊ അങ്ങനെ പഠിക്കാൻ വന്ന ആ ഒരു സമയത്ത് അവനെ പരിചയപ്പെട്ട് സംസാരിച്ച സമയത്ത് അവൻ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുക. തങ്ങളുടെ അപ്പനെയോ കുടുംബത്തിലുള്ള ആരെങ്കിലും കൊന്ന ഒരുവനെതിരെ എക്കാലവും ഒരു ശത്രുതാ മനോഭാവം അവരുടെ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വളരുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എന്താ പറയുന്ന ഒരു അരക്ഷിത ബോധം, അല്ലെങ്കിൽ തങ്ങൾക്കൊരു ശത്രുക്കളുണ്ട് എന്നുള്ള ഒരു കൃത്യമായ ഒരു ലക്ഷ്യത്തോടുകൂടി ആയിരിക്കും അവർ നീങ്ങുക. പക്ഷെ ആ ഒരു മിഥ്യാധാരണയാണ് കുട്ടികളുടെ ഇടയിൽ കുത്തിവെക്കുന്നത്. അതാണ് മറ്റൊരു ആസ്പെക്ട്. അല്ല, അതിൽ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിലും അത് സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം, ആ സംവിധാനത്തിൽ ഒരു മുസ്ലിം എവിടെയെങ്കിലും കൊല്ലപ്പെട്ടാൽ അത് എന്റെ സഹോദരനാണ് കൊല്ലപ്പെടുക എന്നുള്ള ഒരു ആശയധാരയാണത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അങ്ങ് പാലസ്തീനിൽ ഒരാൾ കൊല്ലപ്പെട്ടാലും ഇവിടെ കേരളത്തിലുള്ള ഒരു മുസ്ലിമിന് വേദനിക്കുന്നത് അവന്റെ സഹോദരനാണ് എന്നുള്ള ഒരു നിലപാടിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കേരളത്തിലുള്ള ഇന്ന് അവിടെ പ്രതികരണം രേഖപ്പെടുത്തിയവരെല്ലാം തന്നെ കാലാകാലങ്ങളായിട്ട് ആ ഒരു ഇസ്രായേൽ വിരോധവും ജൂതവിരോധവും എല്ലാം തന്നെ ഉണ്ടാകാനായിട്ടും ഒക്കെയുള്ള സാധ്യതകളെല്ലാം തന്നെ തെളിഞ്ഞു കാണുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം നമ്മൾ ജാഗ്രതയോടെ കാണണം എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. വ്യക്തമാണ്. ഫാദർ സ്കോൺ സ്ലിപ്പ, വീണ്ടും നമുക്ക് ഈ ഒക്ടോബർ 7 ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ചില വിചിത്രമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഈ ഒക്ടോബർ 7 ശേഷം നടന്ന സംഭവ വികാസങ്ങളിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. അതായത് ഈ കേരളത്തിൽ നടന്ന ഹമാസ് അനുകൂല പ്രകടനങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ നമ്മൾ സെക്യുലർ സ്വഭാവമുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന പല സംഘടനകളും അതിൻ്റെ കണ്ണികളായി തീരുകയും ചെയ്തു. പക്ഷേ ഈ ഹമാസ് അനുകൂല മനോഭാവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഹമാസ് അനുകൂല പ്രകടനങ്ങളൊന്നും നടക്കാതിരുന്ന ഒരു പ്രദേശമുണ്ട്, നമ്മുടെ ഈ ഗൾഫ് രാജ്യങ്ങൾ. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ ഹമാസ് അനുകൂല പ്രകടനത്തിന്റെ പേരിൽ യൂറോപ്പിന്റെ തെരുവുകളിൽ താലിബാന്റെയും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെയും ഹമാസിന്റെയും പല ഇസ്ലാമിക ഭീകര സംഘടനകളുടെയും ഒക്കെ പതാക നാം കണ്ടപ്പോൾ ഈ കാലഘട്ടത്തിലൊന്നും ഗൾഫിന്റെ തെരുവുകളിൽ അതൊന്നും നാം കണ്ടില്ല. ഒരു ഹമാസ് അനുകൂല മുദ്രാവാക്യം നാം കേട്ടില്ല, അല്ലെങ്കിൽ ഹമാസ് അനുകൂല പ്രകടനങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. അത് വളരെ വിചിത്രമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കില്ലേ ഫാദർ സ്കോട്ട് സ്ലിപ്പ? തീർച്ചയായിട്ടും. ഞാൻ ഈ ചോദ്യത്തോട് പ്രതികരിക്കുന്നതിന് മുമ്പ് നേരത്തെ സംസാരിച്ചതുമായിട്ട് ഒന്ന് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ട സൗമ്യ സന്തോഷം മരിക്കുന്ന അവസരത്തില്, കൊല്ലപ്പെട്ട അവസരത്തില് കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കില് ഇപ്രകാരം കുറിച്ചു: തീവ്രവാദികൾ കൊണ്ട് മരണപ്പെട്ടു എന്ന് 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേ അത് തിരുത്തുന്ന വിധത്തിലേക്ക്, പകരം ഷെല്ലാക്കണമെന്ന് പറയുന്ന രീതിയിലേക്ക് പോലും പോസ്റ്റ് തിരുത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ കേരളത്തിൽ മാറ്റപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കേരളത്തിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ട് എങ്കിൽ തന്നെ അത് പരസ്യമാകുന്ന നിലപാടുകളോടുകൂടെ ചില രാഷ്ട്രീയ സംഘടനകളും ചില മത നേതാക്കന്മാരും സാമുദായിക സംഘടനകളും പരസ്യമായിട്ട് ഞങ്ങൾ ഹമാസ് അനുകൂല നിലപാടുള്ളവരാണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ച കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയത്. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, ഈ നമ്മുടെ ഈ കൊച്ചു രാജ്യത്ത്, അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത്, ഈ ഒരു സാധാരണക്കാര് അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു വികസിത രാജ്യമായിട്ട് വരുന്ന ഇടങ്ങളില് അത് യൂറോപ്യൻ കൺട്രി അവര് കീഴടക്കാൻ ശ്രമിക്കുന്നു. അടുത്തത് മൂന്നാംകിട രാഷ്ട്രങ്ങളെന്ന് പലപ്പോഴും അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ചിത്രീകരിക്കുന്ന പല രാജ്യങ്ങളിലേക്കും അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളൊരു തെളിവായിട്ട് നമുക്ക് അതിനെ കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ കൊണ്ട് ഉള്ള പ്രകടനങ്ങളോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടില്ല എന്ന് ചോദിക്കുമ്പോൾ മറിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്: എന്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കുടിയേറ്റക്കാരായിട്ട് ആളുകളെ സ്വീകരിക്കുന്നില്ല? അവര് സ്വീകരിക്കാൻ തന്നെ പലപ്പോഴും മടി കാണിക്കുന്നുണ്ട്. അവര് പരസ്യമായിട്ട് സ്വീകരിക്കാനായിട്ട് മടി കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരെ സ്വീകരിക്കാൻ, അഭയാർത്ഥികളായിട്ട് സ്വീകരിക്കാനായിട്ട് അവർക്ക് തയ്യാറല്ല. കാരണം അവർക്കറിയാം ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇവരെയൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ, ഒരു രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഏകദേശം അവർക്കറിയാം. അതോടൊപ്പം തന്നെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ സത്യത്തിൽ ഈ മൂന്നാംകിട അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് ചർച്ചയാവുന്നതിന് മുമ്പ് സത്യത്തിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളല്ലേ ഇത് വലിയ ചർച്ചയാകേണ്ടത്. അത് ചർച്ചയാകാതെ മറ്റു രാജ്യങ്ങളില്, ഇസ്ലാമിക ഭൂരിപക്ഷം ഇല്ലാത്ത രാജ്യങ്ങളിൽ ഇത് ചർച്ചയാവുകയും ഇത് ഇത്തരത്തിലുള്ള പ്രകടനങ്ങളും ഇത്തരത്തിലുള്ള വാർത്തകളും ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളും നടക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്കൊന്ന് വ്യക്തമാണ്: അവരുടെ ലക്ഷ്യം അവരുടെ ഭൂരിപക്ഷമുള്ള രാഷ്ട്രങ്ങളിലേക്ക് കയറുകയോ അല്ലെങ്കിൽ അതിനെ അല്ല ശ്രമിക്കും, മറിച്ച് അവര് ഭൂരിപക്ഷമില്ലാത്ത, അവർക്ക് സ്വാധീനമില്ലാത്ത രാജ്യങ്ങളിലേക്ക് കയറുവാനും ചിതറിക്കിടക്കുന്ന ആളുകളെ ഒന്ന് കൂട്ടിച്ചേർക്കുവാനും
അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന രീതിയിലേക്ക് അത്തരത്തിലുള്ള ആളുകളെയും സംഘടനകളെയും സിറിയക്ക് ഓർമ്മിപ്പിച്ചതുപോലെ ഒന്ന് കണ്ടെത്തുവാനും അവരെ ഏകീകൃത രൂപത്തിലേക്ക് കൊണ്ടുവരാൻ. ഒരുപക്ഷെ നാളെ പരസ്യമായിട്ട് ഒരു സംഘടനാ സെറ്റപ്പിലേക്ക് വരണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ഏത് സാമുദായിക സംഘടനകളുടെ ഏത് നേതാക്കന്മാരാണെങ്കിലും അവരിലൂടെ പല കാര്യങ്ങളും നേടിയെടുക്കാം എന്നുള്ള ഒരു പൊതുബോധം നമ്മുടെ ഈ നാട്ടിലെ ആളുകളെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഇത് ഗൾഫ് കൺട്രികളിൽ ഇത്തരം പ്രശ്നങ്ങളോ ഇത്തരം പ്രതിഷേധങ്ങളോ ഉണ്ടാകാത്തത് ഒരു ഭൂരിപക്ഷമാണ്. അവരുടെ രാജ്യമാണ്, അവരുടെ ശരീഅത്ത് നിയമങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഖിലാഫത്തായിട്ടൊക്കെ നിലനിൽക്കേണ്ട സ്ഥലങ്ങളാണ് അതൊക്കെ. പക്ഷെ മറ്റു രാജ്യങ്ങളെ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ഇതിന് പിന്നിൽ വലിയൊരു ഫണ്ടിങ് ഉണ്ട്. ഈ മറ്റ് രാജ്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കുവാനും ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു സമൂഹത്തിന്റെ ഒരു ചെറുപ്പക്കാരെ അല്ലെങ്കിൽ അടുത്തൊരു തലമുറയെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ടിങ്ങുകളെ കുറിച്ചുകൂടെ നമ്മൾ മറന്നു പോകരുത്. അതുകൂടെ നമ്മൾ മുൻപിൽ കണ്ടിട്ട് വേണം മറ്റു രാജ്യങ്ങളിൽ എന്തുകൊണ്ടിത്, മറ്റു രാജ്യങ്ങളിൽ ഇവർക്ക് ഈ രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇവർക്ക് എവിടുന്ന് ഫണ്ട് വരുന്നു, ഇവർക്ക് എവിടുന്നാണ്. ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിന് 13,000 ആളുകൾ ഫണ്ട് ഏജൻസികളായിട്ട് നിലനിന്ന് പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് വന്ന ഫണ്ടുകളൊക്കെയാണ്. ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ പുറം രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇതാണ്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൂടെ ഫണ്ട് മൊബിലൈസ് ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് കൊടുക്കുകയും അവിടെ ഇസ്ലാമിക ആശയം വളർത്തിയെടുക്കുവാനും തീവ്ര സ്വഭാവമുള്ള ആളുകളെ രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നു. കാരണം മൈനോരിറ്റി ആവപ്പെടുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു വികാരമുണ്ട്. ഞങ്ങൾ മൈനോരിറ്റിയാണ്, ഞങ്ങൾക്ക് മുൻപിൽ കയറണം എന്നുള്ള ഒരു ചിന്താധാര രൂപപ്പെടുത്തിയെടുക്കുവാനും അതനുസരിച്ച് ഒരു തീവ്ര നിലപാടുകൾ കൊണ്ട് ആളുകളെ അവരുടെ ഭാഗത്ത് നിലനിർത്തുവാനായിട്ട് ഒരു ശ്രമമാണ് മറ്റു രാജ്യങ്ങളിൽ നടക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അത് വളരെ വ്യക്തമാണ്. ശ്രീ അമൽ സരീഖ്, നമുക്കറിയാം ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് അവരൊരു കാലിഫേറ്റ് ആ ഒരു സംവിധാനം ഈ സിറിയ, ഇറാഖ് പോലുള്ള പ്രദേശങ്ങളിൽ സ്ഥാപിച്ച ശേഷം ഈ ഇതര മതസ്ഥരോട് അവർ ചെയ്ത ക്രൂരതകൾ അല്ലെങ്കിൽ അവർ എടുത്ത ചില നിലപാടുകൾ നമുക്കറിയാം. ഒന്നെങ്കിൽ അവർ ആയിരിക്കുന്ന പ്രദേശത്ത് നിലനിൽക്കണമെങ്കിൽ ജസിയ കൊടുക്കണം, അതായത് അമിതമായിട്ടുള്ള ഒരു നികുതി കൊടുത്ത് അവിടെ വേണമെങ്കിൽ നിലനിൽക്കാം, അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ ഖിലാഫത്ത് എന്ന് പറയുമ്പോൾ അത് സ്ഥാപിക്കുന്നവർ ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനത്തിൽ ജീവിക്കുന്ന ഇതര മതസ്ഥർ ഏതെല്ലാം കാര്യങ്ങളാണ് സ്വീകരിക്കേണ്ടത്, ഏത് നിലപാടാണ് എടുക്കേണ്ടത് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് അന്ന് നൽകിയത്. അത് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഇപ്പൊ ഈ ഹമാസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഈ ഹമാസിനെ ഭീകരർ എന്ന് വിശേഷിപ്പിക്കുന്നവർക്ക് നിലനിൽപ്പുണ്ടായിരുന്നില്ല. അതായത് ഹമാസിനെ പോരാളികളെന്ന് വിശേഷിപ്പിക്കണം, ഹമാസ് ചെയ്തത് ഭീകര പ്രവൃത്തിയാണ് എന്ന് പറയാനേ വയ്യ എന്ന തരത്തിലുള്ള അപ്രഖ്യാപിത ഒരു തീട്ടൂരം ഇവിടെ രാഷ്ട്രീയക്കാർക്ക് ലഭിച്ച പോലെയാണ് നമുക്ക് തോന്നിയത്. അത്തരത്തിലുള്ള അറിഞ്ഞോ അറിയാതെയോ ശശി തരൂർ ഈ ഹമാസ് ചെയ്തത് ഭീകര പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹം പിടിച്ച പുലിവാലൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഈ കാലിഫേറ്റിന്റെ ഒരു മുൻ ആസ്വാദനം തന്നെയായിരുന്നു ഈ കാലഘട്ടത്തിൽ നടന്നത്. അമൽ സരീഖ്, കൃത്യമായിട്ടും ഈ വിഷയങ്ങളെ നിരീക്ഷിക്കുന്നവർക്ക് ശരിക്കും ഈ അനുഭവങ്ങൾ തന്നെയാണ് കാണാൻ സാധിക്കുക. അതായത് കേരളത്തിലൊട്ടാകെ തന്നെ ഇത്തരത്തിലുള്ള പ്രബലമായ ഒരു സംഘടിത സംവിധാനം ഒരു ഇസ്ലാമിനൈസേഷന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് എന്ന് പ്രകടമായിട്ട് കാണാൻ സാധിച്ച നാളുകളാണ് ഈ കഴിഞ്ഞ നാളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ അകത്ത് ശരിക്കും നമ്മള് ഇത്ര കാലവും നമ്മള് എന്താ പറയാ ഒരു മതേതര പാർട്ടി എന്ന രീതിയിലേക്ക് പോലും UDF വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന മുസ്ലിം ലീഗിന്റെ പോലും നിലപാടുകൾ പോലും നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. ഇപ്പൊ മാത്രമല്ല, കഴിഞ്ഞ ദിവസമാണെങ്കിലും ഒരു കേക്ക് കഴിക്കാനായിട്ട് പോയതിന്റെ പേരില് സമസ്തയെ തന്നെ ഒരു വിരുദ്ധ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം വന്നു. പക്ഷെ ആ അഭിപ്രായങ്ങളെല്ലാം കെട്ടടങ്ങുന്ന ഒരു വാചകമുണ്ട്. അതായത് ആ അഭിപ്രായം പറഞ്ഞ വ്യക്തികളൊക്കെ ഒരു മാപ്പ് പോലെ ഒരു ക്ഷമാപണമൊക്കെ നടത്തുന്നതായിട്ട് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതിനകത്ത് അവർ പറയുന്നത് ഐക്യത്തിന് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കാനായിട്ടും അല്ലെങ്കിൽ അതിന് മറുവാദം പറയാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പ്രശ്നത്തെ അവർ ഒത്തുതീർക്കുന്നത്. അപ്പൊ ഐക്യത്തിന് വേണ്ടി ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും എന്തും ചെയ്യും, അല്ലെങ്കിൽ ഏത് നിലപാടും എടുക്കും, അല്ലെങ്കിൽ എടുത്ത നിലപാട് തിരുത്താനും തയ്യാറാണ് എന്ന രീതിയിലേക്കാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കാനായിട്ടൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ ഹാരിസ് മദനി ഒക്കെ നമ്മുടെ ഇപ്പം MP ആയിട്ട് മാറിയുണ്ട്, രാജ്യസഭാ MP ആയിട്ട്. ഈ ഹാരിസ് മദനി ഹാരിസ് ബീരാൻ
അപ്പൊ ബിരാൻ മദനിക്ക് വേണ്ടി അവിടെ നമ്മുടെ എന്താ പറയുന്നത് കോടതിയിലെ അഭിഭാഷകനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന BK ബീരാന്റെ മകനും ഇന്നും അദ്ദേഹം മദനിക്ക് വേണ്ടി അഭിഭാഷകത്വം നടത്തുകയാണ്. ഈ ഹാരിസ് ബീരാനൊക്കെ നമ്മുടെ സാദിഖ് അലി തങ്ങളുടെ കൂടെ നമ്മുടെ മാർപ്പാപ്പയെ കാണാൻ പോകുന്നു. അപ്പൊ അത് വെച്ചൊരു ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം ഈ സാദിഖ് അലി തങ്ങളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ റോം മുഴുവൻ ഞങ്ങളുടെ കച്ചവടക്കാരൊക്കെയാണ്, ഇപ്പൊ മുസ്ലിം കച്ചവടക്കാരാണ് അവിടെ റോം മുഴുവൻ അവിടെ ഉള്ള കുടിൽ വ്യവസായം പോലെ നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ ഞങ്ങളുടെ ഏരിയ ആക്കി എടുക്കുകയാണ് പതിയെ പതിയെ. അപ്പൊ അങ്ങനെ ലോകം മുഴുവൻ ഒരു ഇസ്ലാമൈസേഷന്റെ വക്കിലേക്ക് പോകുന്ന രീതിയിലേക്കുള്ള പ്രസ്താവനകളൊക്കെ പണ്ടത്തേക്കാൾ ഉപരിയായിട്ട് പരസ്യ പ്രസ്താവനകളായിട്ട് ഇന്ന് വരികയാണ്. മാത്രമല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. അങ്ങ് പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെല്ലാം തന്നെ ഒരു തീവ്രവാദ സംഘത്തെ തീവ്രവാദ സംഘം എന്ന് വിളിക്കാതെ അത് പോരാളികളായിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു ജനത്തിന്റെ ശബ്ദമായിട്ട് പോലുമാണ് അതിനെ വ്യാഖ്യാനിക്കുന്നതൊക്കെ. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ശബ്ദമാകുന്ന ആളുകൾ എന്ന രീതിയിലേക്കാണ് പലപ്പോഴും ഇപ്പം ചില തീവ്രവാദ സംഘങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിന് ശരിക്കും നമുക്ക് അറിയാം, ഇവിടെയുള്ള വോട്ട് ബാങ്ക് ലക്ഷ്യം എന്ന ഒരു കണികയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ വോട്ട് വേണമെങ്കിൽ ചിലരെ പ്രീണിപ്പിച്ചാൽ നടക്കും. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് അറിയാം, ഇപ്പം ഒരു സിനിമാ മാധ്യമ മേഖലകളിലാണെങ്കിൽ ഒരച്ഛനെയോ കന്യാസ്ത്രീയോ അല്ലെങ്കിൽ ക്രൈസ്തവ ചിഹ്നങ്ങളെയോ മറ്റുമൊക്കെ മോശമായി ചിത്രീകരിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. അവിടെ കുറച്ച് പ്രതിഷേധങ്ങളൊക്കെ വഴിയിലൂടെയോ അല്ലെങ്കിൽ ചില നാല് ചുമരുകൾക്കുള്ളിലൊക്കെ നടക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ സിനിമാക്കാർക്കൊന്നും സംഭവിക്കത്തില്ല. അവർക്ക് കുറച്ച് റീച്ച് കൂടുതൽ കിട്ടും. അല്ലാതെ അവരുടെ എന്താ പറയുന്നത് മേഖലയെ ഒന്നും ബാധിക്കുന്ന രീതിയിലേക്കോ ഒന്നും തന്നെ ഒരു എന്താ പറയുന്നത് ഒരു മുട്ടുസൂചി പോലും എടുത്തുനിന്ന് കുത്താനായിട്ടുള്ള ശ്രമം പോലും അവിടെ ഉണ്ടാകത്തില്ല എന്ന കൃത്യമായ ധാരണ അവർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രൈസ്തവ കാര്യങ്ങളെയൊക്കെ എന്തുമാത്രം ആക്രമിച്ചാലൊന്നും കുഴപ്പമില്ല. അതേസമയം ഒരു ഇസ്ലാമിനെ പറ്റി ഒരു മോശം പറയുന്ന ഒരു അവസ്ഥ വരുവാണെങ്കിൽ ചിലപ്പം മുട്ടുസൂചിയെക്കാളും ഒക്കെ അവർ മിസൈലിനെ പേടിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയിലാണ് ഇന്ന് ലോകം പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം ആ നിലയില് ഇവിടെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൈസ്തവ നേതൃത്വത്തിനെതിരെ എന്ത് സംഭവിച്ചാലും അതിനെയൊക്കെ പിന്താങ്ങുന്നതായിട്ടുള്ള സമീപനം രാഷ്ട്രീയ ധാരകളിൽ നിന്ന് വരുന്നു. അതേസമയം ചില ആളുകളെ പേടിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അവരെ കൂട്ടി നിർത്തുന്നതായിട്ട് അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്നതായിട്ടുള്ള സമീപനങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ഈവൻ ഈ മുനമ്പം വിഷയത്തിൽ പോലും അവിടെ ഒരു ക്രൈസ്തവ ദേവാലയവും ധാരാളം ക്രൈസ്തവ കുടുംബങ്ങളും അവിടെ വേദന അനുഭവിക്കുമ്പോൾ പോലും രാഷ്ട്രീയ ധാരകളിൽ നിന്ന് ഒരു നേതാക്കൾ ആരും തന്നെ 100% അവരൊപ്പം നിൽക്കാം എന്ന രീതിയിലേക്കുള്ള ഒരു നിലപാട് എടുക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെയും അവർക്ക് വേണ്ടി നിലകൊള്ളാനായിട്ട് ഒരു നിലപാട് എടുക്കുന്നില്ല. അതേസമയം മറ്റു പലരെയും ഒക്കെ അവിടെ എന്താ പറയുക സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന രീതിയിലാണ് പല നിലപാടുകൾ വരുന്നത്. അതുകൊണ്ടാണല്ലോ ആ പ്രശ്നം ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ധാരയിലേക്ക് കേരളം ഒട്ടാകെ ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് പ്രകടമായിട്ട് ഇപ്പം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല ഇവിടെ ഇപ്പോൾ നടക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഇപ്പം ഈ അടുത്ത ഇലക്ഷനിലേക്ക് എങ്ങനെയും UDF കൊണ്ടുവരിക എന്ന രീതിയിലേക്കുള്ള ഒരു പ്രവണത മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നൊക്കെ പ്രകടമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായും ഇനി ഒരു മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ ഒരു സംവിധാനം കേരളത്തിൽ രൂപപ്പെടാനായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളെയൊക്കെ അവർ തുറന്ന് പരസ്യ പ്രസ്താവനയിലൂടെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയോ ചില ചട്ടക്കൂടുകൾ നിർമ്മാണം നടക്കുന്നുണ്ട് എന്ന രീതിയിലേക്കാണ് നമുക്ക് അനുമാനിക്കാനായിട്ട്. ഇപ്പൊ മാത്രം നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നമ്മുടെ ഈ 80:20 പോലെ വിഷയങ്ങളും EWSനെതിരെ മുസ്ലിം സംഘടനകളിൽ നിന്ന ആ ഒരു പ്രതിഷേധങ്ങളും മറ്റും എല്ലാം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ നിലയില് വരും എത്രമാത്രം ഇത്തരത്തിലുള്ള ഈ ഒരു സംഘടിത സംവിധാനം നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മതപരമായിട്ടുള്ള മേഖലകളെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്വാധീനിക്കും എന്നുള്ളത് വളരെ ജാഗ്രതയോടെ കാണേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഓക്കെ, ഏറ്റവും അവസാനമായി ലിയോയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു വെടിനിർത്തൽ കരാർ അത് സൂക്ഷ്മമായി പരിശോധിച്ചു കഴിയുമ്പോൾ ഒപ്പം തന്നെ ഈ സംഭവ വികാസങ്ങൾ ഒക്ടോബർ 7-ന് ശേഷം നടന്ന മധ്യപൂർവേഷ്യയുടെ ഒരു ചരിത്രം അതെടുത്ത് പരിശോധിച്ച് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഗാസയിൽ ജയിച്ചതാര് തോറ്റതാര്? ഇപ്പോൾ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ബന്ദികളെ തിരികെ സുരക്ഷിതരായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൽ ഉപരി ഉള്ള വലിയൊരു ചോദ്യമുണ്ട്, ഇനി ബാക്കിയുള്ള ഹമാസിന്റെ ബന്ദികളിൽ എത്ര പേർ ജീവനോടെ ഉണ്ടെന്നുള്ള ചോദ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. അതിന് ഇസ്രായേൽ അത് നിരീക്ഷിച്ചു വരികയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് രാവിലെ ഒരു വാർത്ത കാണാനിട്ടിടയായി. അതൊരു ഇസ്രായേൽ ആർമി ഉദ്യോഗസ്ഥനാണ് അത് ഷെയർ ചെയ്തത്.
ഒരു പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഏകദേശം 4 മാസം 5 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെയും 1 വയസ്സ് പ്രായമുള്ള ആ കുഞ്ഞിൻ്റെ സഹോദരിയുടെയും പിക്ചറാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രകാരമാണ് ഈ കുഞ്ഞുങ്ങളുടെ അമ്മ ഹമാസ് തട്ടിക്കൊണ്ട് പോകുന്ന വഴി തന്നെ മരണപ്പെട്ടു എന്നാണ് സൈന്യം അന്ന് സ്ഥിരീകരിച്ചത്. പക്ഷേ കുഞ്ഞുങ്ങളെ ഈ 2 കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു അറിവുമില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കുറിച്ചിരിക്കുകയാണ്, ഇതിന് ഈ 33 ബന്ദികളെ ഇപ്പോൾ ഹമാസ് റിലീസ് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇസ്രായേൽ ഗവൺമെന്റിനുള്ളത്. അല്ലെങ്കിൽ അതിന് പകരം ചോദിച്ചിരിക്കുമെന്ന് ആ ആർമി ഉദ്യോഗസ്ഥൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ആര് ജയിച്ചു തോറ്റു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഹമാസിന് വന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ ഒരു വർഷക്കാലം, ഈ ഒരു 15 മാസത്തോളമായിട്ട് കണ്ടുകൊണ്ടിരുന്നു. പക്ഷേ ഈ ഒരു സീസ് ഫയർ അനൗൺസ് ചെയ്തപ്പോൾ ഖത്തർ പുറത്തുവിട്ടപ്പോൾ ഗാസയിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ലിബിയയില്, അത് ജോർദാനില് ആഘോഷം നടക്കുകയാണ്. ഇസ്രായേൽ തോറ്റു എന്ന രീതിയിലുള്ള ആഘോഷമാണ് അവിടെ നടക്കുന്നത്. ഗാസയിൽ തന്നെ ഈ ഹമാസ് അനുകൂലികൾ മധുരം വിതരണം ചെയ്യുന്നുണ്ട്, പാട്ടിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. പാലസ്തീനിലും അതേ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇത് ആര് ജയിച്ചു തോറ്റു എന്നുള്ളത് ഇപ്പോൾ സ്വയം വിലയിരുത്തുകയാണ്, സ്വയം നിരീക്ഷിക്കുകയാണ്, ഞങ്ങൾ ജയിച്ചു ഇസ്രായേൽ തോറ്റു എന്നുള്ളത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഒരു ഇസ്രായേൽ മാധ്യമമായ ഒരു 12 എന്ന് പറഞ്ഞൊരു ചാനല് ഗാസയിലൂടെ, ഈ യുദ്ധമേഖലയിലൂടെ ഒരു യാത്ര നടത്തിയത്. അദ്ദേഹം ഗാസയിൽ താമസിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ക്യാമറയുമായി ചെല്ലുമ്പോൾ അറബ് വംശജനാണ്, പക്ഷേ ഇസ്രായേലിയാണ്. അദ്ദേഹം ചോദിക്കുകയുണ്ടായി, നിങ്ങൾ അഭിപ്രായം എന്താണ് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് ഹമാസിനെ അവർ വെറുക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നിട്ട് പോലും കണ്ണു തുറക്കാത്തത് ഹമാസിനെ സ്നേഹിക്കുന്ന ആളുകളുടെ കണ്ണുകളാണ്. അവരിപ്പോഴും നിർബാധം തുടരുകയാണ് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആര് ജയിച്ചു തോറ്റു എന്നുള്ളതല്ല, പക്ഷേ ആത്യന്തികമായി ഇസ്രായേലിന് തന്നെ ജയമുണ്ടാകും എന്നാണ് അവർ വിചാരിക്കുന്നത്. കാരണം ഇതിൽ ഏറ്റവും വലിയ നഷ്ടമെന്ന് വെച്ചാൽ ഇസ്രായേലിൽ വിചാരിക്കുന്നത് ഈ 1200 പേരുടെ ഒക്ടോബർ 7 സംഭവിച്ച ആ ദാരുണ അന്ത്യമാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെയുള്ളവരെ, പിഞ്ചു കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ നവജാത ശിശുക്കളെ വരെ ഓവനിൽ വെച്ച് വേവിച്ച ആ ഒരു ദൃശ്യങ്ങൾ വരെ അവർ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഇത്രയും ക്രൂരമായിട്ട് എങ്ങനെ ചെയ്യാമോ അത്രയും ക്രൂരമായിട്ട് ഒരു ജനതയോട് ചെയ്യാമോ, ഒരു ജനതയെ മുഴുവൻ നശിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ്. അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം, അത് നമ്മൾ വിസ്മരിക്കരുത്. അത് പറയാതെ പോകുന്നത് ശരിയല്ല. കാരണം ഗാസയിലായിക്കോട്ടെ അല്ലെങ്കിൽ പാലസ്തീനിലായിക്കോട്ടെ, ഇസ്രായേലിൽ നിന്ന് ഭക്ഷണമായാലും വെള്ളമായാലും കറണ്ടായാലും നിത്യോപയോഗ സാധനങ്ങളായാലും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും ചികിത്സകൾ, അതായത് ഗാസയിൽ നിന്ന് പാലസ്തീനിൽ നിന്നൊക്കെ ചികിത്സയ്ക്ക് വേണ്ടി ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ആശുപത്രികളാണ് ആശ്രയിക്കുന്നത് ആളുകൾ. നമുക്കറിയാം, ക്യാൻസർ പോലുള്ള വലിയ ചികിത്സകൾക്കൊക്കെ പ്രശസ്തമാണ് ഇസ്രായേലിലെ ആശുപത്രികൾ. അപ്പോൾ ഇതിനൊക്കെ ആശ്രയിക്കുന്നത് ഇസ്രായേലിലാണ്. അപ്പോൾ ഇസ്രായേലിലുള്ള അറബ്സിന്റെ ഭൂരിഭാഗം ബന്ധുക്കളും താമസിക്കുന്നത് പാലസ്തീനിലും ഗാസയിലോട്ടൊക്കെയാണ്. അപ്പോൾ അവർക്ക് അങ്ങോട്ട് പോയിട്ട് വരാനുള്ള സൗകര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒത്തിരി അനുഭാവപൂർണമായിട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ഇസ്രായേൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇസ്രായേലിലുള്ള അറബ്സ് വളരെ ഹാപ്പിയാണ്. അവർ ഇസ്രായേൽ പൗരന്മാർ അനുഭവിക്കുന്ന അതേ ആനുകൂല്യങ്ങളൊക്കെ അനുഭവിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരുപാട് അറബികളുണ്ട്. ഈ വാഹനമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ടാക്സി മേഖലകൾ, അതോടൊപ്പം തന്നെ വലിയ വലിയ ബിസിനസ്സുകൾ, ആശുപത്രികളിൽ വലിയ വലിയ ഡോക്ടേഴ്സ് ഉണ്ട്, അറബ് വംശജരായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ അധ്യാപകരുണ്ട്. അപ്പോൾ അങ്ങനെ വിവിധ മേഖലകൾ ഇസ്രായേലിന്റെ ആനുകൂല്യങ്ങൾ അനുഭവിച്ച് വളരെ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു ജനത കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ആനുകൂല്യം പറ്റി ജീവിക്കുന്ന അതിർത്തിക്ക് അപ്പുറമുള്ള ജനതയുമുണ്ട്. അപ്പോൾ ഇതിൽ ഇസ്രായേലിന് എപ്പോഴും ആത്യന്തികമായ വിജയം തന്നെയായിരിക്കും അവസാനം കൈവരുന്നത് എന്നത് നിസ്സംശയം നമുക്ക് പറയാനായിട്ട് വളരെ വ്യക്തമാണ്. ഈ ഗാസയിൽ ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാറിന്റെ പേരിൽ ഹമാസ് ജയിച്ചു എന്ന് പറയുന്നവർ എന്ത് കണ്ടിട്ടാണ് ഈ ആഹ്ലാദിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഹമാസിന്റെ ഭീകര ശൃംഖലയുടെ അല്ലെങ്കിൽ അവരുടെ ഒരു ആൾ ശേഷിയുടെ 3/4% തന്നെയും ഇസ്രായേൽ ഇല്ലാതാക്കി. അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഗാസ തകർന്ന് തരിപ്പണമാക്കി. അവരുടെ തലകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട യഹ്യ സിൻവാറും ഇസ്മായിൽ ഹനിയും അവരൊക്കെ ഇന്ന് ഈ ഭൂമുഖത്തില്ല. ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുമെന്ന് അവകാശപ്പെട്ട ഭീകര നേതാക്കൾ ഇന്ന് ഭൂമുഖത്ത് ഇല്ലാതായി
പോയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. പക്ഷേ ഇസ്രായേൽ ഇന്നും അതിശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും അതിന് പിന്നിൽ ദൈവികമായിട്ടുള്ള ഒരു കരങ്ങൾ തന്നെ ഉണ്ട് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. തീർച്ചയായും ഒക്ടോബർ 7 ലോകത്തിന്, പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിന് വലിയ ചില മുന്നറിയിപ്പുകൾ, ചില തിരിച്ചറിവുകൾ നൽകുന്നുണ്ട്. ഈ ഭീകരതയെ താലോലിക്കുന്നവർ ആരൊക്കെയാണ് എന്നതിനെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള ചില മുന്നറിയിപ്പുകൾ. ഒപ്പം തന്നെ ഈ ഹമാസ് ഈ ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിലൂടെ ലക്ഷ്യം വെച്ചത് ഒരു ആഗോള അജണ്ടയാണ് എന്ന ഒരു മുന്നറിയിപ്പ്. ഒപ്പം തന്നെ ഈ ഗാസയിലെ ജനതയെ പറ്റിയും പരാമർശിക്കാതെ ഈ ചർച്ച അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല. ഭീകരതയ്ക്ക് ആരൊക്കെ നിലമൊരുക്കുന്നുവോ, അല്ലെങ്കിൽ ആരൊക്കെ ചെലവും കൊടുത്ത് ഈ ഭീകരതയെ വളർത്തുന്നുവോ, അവരും ഈ ഭീകരരോടൊപ്പം തന്നെ അതിൻ്റെ ഒരു കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള സൂചന തന്നെയാണ് ഗാസയിലെ നിലവിലെ ഒരു അവസ്ഥ ലോകത്തിന് നൽകുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ അമൽ സരീഖ്, ഫാദർ സ്കോട്ട് സ്ലീബ, ഒപ്പം തന്നെ ലിയോ പോൾ, 3 പേർക്കും നന്ദി.